രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ ഒറ്റ സംഘം അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് സംഘമാകും കേസ് അന്വേഷിക്കുക. രണ്ടാമത് കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് ആദ്യ കേസും കൈമാറി. IG പൂങ്കുഴലിക്കാണ് 2 കേസുകളുടെയും അന്വേഷണ ചുമതല. രഹസ്യസ്വഭാവം സൂക്ഷിക്കാൻ കൂടിയാണ് ഒറ്റ SIT കേസ് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി MS വീണ ചേർന്നു. വീണ, 2 കേസുകളും ഒറ്റ SIT അന്വേഷിക്കും എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ ഒറ്റ സംഘം അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് സംഘമാകും കേസ് അന്വേഷിക്കുക. രണ്ടാമത് കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് ആദ്യ കേസും കൈമാറി എന്ന വിവരമാണ് ലഭിക്കുന്നത്. IG പൂങ്കുഴലിക്കാണ് 2 കേസുകളുടെയും അന്വേഷണ ചുമതല. രഹസ്യസ്വഭാവം സൂക്ഷിക്കാൻ കൂടിയാണ് ഒറ്റ SIT കേസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും വീണ ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, വിശദാംശങ്ങൾ. അമൽ, ഇതുവരെ നടന്ന അതായത് ആദ്യ കേസ് അന്വേഷിച്ചിരുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലനിൽക്കുമ്പോൾ തന്നെ 10 ദിവസം അടക്കം രാഹുൽ ഒളിവിലായിരുന്നിട്ടും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് സർക്കാരിനും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് പോലീസ് സേനയുടെയും ഒക്കെ വിശ്വാസ്യത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാം കേസിലെ അന്വേഷണമാണ് IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ്, ഇത്തരത്തിൽ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏകീകൃതമായിട്ടുള്ള അന്വേഷണം മതിയെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ഉള്ള ആദ്യത്തെ കേസും അതുപോലെ തന്നെ രണ്ടാമത്തെ കേസും 2 ലൈംഗിക പീഡന കേസുകളും ഇനി ഒറ്റ SIT സംഘമായിരിക്കും അന്വേഷിക്കുക. ഇത്തരത്തിലുള്ളൊരു തീരുമാനം എത്താനുള്ള പ്രധാന കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനും അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോരാതിരിക്കുന്നതിനും ഒപ്പം തന്നെ അതിജീവിതന്മാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനും സമാനമായിട്ടുള്ള ഇത്തരം പരാതികൾ ഇനിയും ലഭിക്കാൻ സാഹചര്യമുള്ളതിനാലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി ഈ ഒരു 2 കേസുകളും വിശദമായി അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം നിലവിലെ, അതായത് ആദ്യ കേസിന്റെ അന്വേഷണ സംഘം ഇപ്പോൾ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന IG പൂങ്കുഴലിക്ക് തന്നെ ആദ്യത്തെ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും വിവരങ്ങൾ കൈമാറും. ഏകീകൃതമായിട്ടുള്ള അന്വേഷണമാകുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സമാനമായിട്ടുള്ള സ്വഭാവ രീതികൾ, അതായത് ഇതിലെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമാന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കാൻ എളുപ്പമാകും. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ്, അതായത് ആദ്യ കേസ് ഗർഭചിത്രം അടക്കമുള്ള ആദ്യത്തെ പരാതിയിലടക്കം പരാതി വന്നു. മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി നൽകിയത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് പോലും രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ രാഹുലിന്റെ മൊഴികൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും മൊഴികളും ഒക്കെ അന്വേഷണവുമായി ബാധിക്കുന്ന വിവരങ്ങൾ ചോർന്നുപോയി എന്നുള്ള വിമർശനം കൂടി ശക്തമാണ്. കാരണം പല ഒളിയിടങ്ങളിലും 10ഓളം കേന്ദ്രങ്ങളിലെ പല ഒളിയിടങ്ങളിൽ രാഹുൽ കഴിഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളിൽ ഒളിവിടങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ചെല്ലുമ്പോൾ അവിടെ നിന്ന് രാഹുൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അന്വേഷണ സംഘം അവിടെ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് രാഹുൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള വീഴ്ചകളും ഒപ്പം തന്നെ രാഹുലിനെ കണ്ടെത്താൻ സാധിക്കാത്തതും മുൻകൂർ ജാമ്യമടക്കം ലഭിച്ച സാഹചര്യത്തിലാണ് ഏകീകൃതമായിട്ടുള്ള ഒരു അന്വേഷണ സംഘം ഈ കേസുകൾ അന്വേഷിച്ചാൽ മതിയെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്ന IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളും അന്വേഷിക്കുക. അമൽ.